ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഓണപ്പൂക്കളം. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തൊരുക്കുന്ന പുഷ്പാലങ്കാരമാണ് പൂക്കളം. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചുവെന്നാണ് ഐതിഹ്യം. പൊതുവെ പ്രാദേശിക അടിസ്ഥാനത്തിൽ അത്തപ്പൂ ഇടുന്നതിൽ വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. പണ്ട് കർക്കിടക മാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു ഓണം ആഘോഷിച്ചു വന്നത്. ഈ 28 ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളങ്ങളിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. പിൽക്കാലത്ത് ആചാരങ്ങൾ അതേപടി തുടർന്നെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് 10 ദിവസമായി കുറഞ്ഞു. അങ്ങനെയാണ് അത്തം നാൾ മുതൽ പൂക്കളിടാൻ തുടങ്ങിയത് എന്നാണ് ചരിത്രം. എല്ലാ ദിവസവും പൂക്കളമൊരുക്കുന്ന കൗതുകം കേരളത്തിലുണ്ട്. കോഴിക്കോട് കടത്തനാട് രാജവംശത്തിൽപ്പെട്ട പുറമേരി ആയഞ്ചേരി കോവിലകത്തിൽ 365 ദിവസവും പൂക്കളം തീർക്കും. ഇതിന് പ്രത്യേകിച്ച് ഐതിഹ്യമൊന്നുമില്ല. ഒരുപക്ഷെ എല്ലാ ദിവസവും ഓണം പോലെയാകണമെന്ന പൂർവികരുടെ ആഗ്രഹമാകാം, അല്ലെങ്കിൽ പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള സന്ദേശമാകാം. തുമ്പപ്പൂവ്, തുളസിയില, മുല്ലപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, കദളിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ്, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. പൂവിടുന്നതിനും ഉണ്ട് ചില ചിട്ടകൾ. അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ചില സ്ഥലങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം പൂക്കളമൊരുക്കും. തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്ന പതിവാണ് മറ്റു ചില സ്ഥലങ്ങളിൽ. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് പൂക്കളം ഒരുക്കുന്നത്. മഹാബലി പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസമായ അത്തം നാളിൽ ചാണകം മെഴുകിയ തറയിൽ തുമ്പപ്പൂവിട്ടാണ് പൂവിടാൻ തുടങ്ങുന്നത്. ആദ്യ ദിനം ഒരു നിരയായി മാത്രമേ പൂവിടാൻ പാടുള്ളൂ. രണ്ടാം ദിനമായ ചിത്രനാളിൽ തുമ്പപ്പൂവിനൊപ്പം തുളസിയില ഉപയോഗിച്ച് പൂക്കളമൊരുക്കുന്നു. ചിത്തിര, ചോതി നാളുകളിൽ ഈ 2 പൂക്കൾ മാത്രം. 4-ാം ദിവസമായ വിശാഖം നാളിൽ നിറമുള്ള പൂക്കളിട്ട് തുടങ്ങാം. 5-ാം ദിവസം മുതൽ കുടകുത്തും. ഈർക്കിലിയിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്തു വയ്ക്കുന്നതിനാണ് കുടകുത്തുക എന്ന് പറയുന്നത്. 6-ാം ദിവസമായ തൃക്കേട്ട നാളിൽ 6 ഇനം പൂക്കൾ ഒരുക്കുന്നു. 6-ാം ദിവസം മുതൽ പൂക്കളത്തിന് 4 ദിക്കിലേക്കും കാല് നീട്ടും. 7-ാം ദിവസമായ മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിലാകണം. പൂരാടം നാളിൽ പൂക്കളത്തിന് വളയം 8 ആകും. പൂക്കളം ഏറ്റവും വലുതാകുന്ന ദിവസമാണ് ഉത്രാടം നാൾ. ഇഷ്ടമുള്ളത്ര പൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കാം. ചിലയിടങ്ങളിൽ അന്ന് മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പന്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും. ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി പടിക്കൽ വയ്ക്കും. ചാണകം കൊണ്ട് തറ മെഴുകി തുമ്പക്കുടം വയ്ക്കും. ചില സ്ഥലങ്ങളിൽ ഇതിനോടൊപ്പം അരകല്ലും പിള്ള വയ്ക്കാറുണ്ട്. തിരുവോണപ്പുലരിയിൽ അതിരാവിലെ എണീക്കുകയും കുളിച്ച് കോടിവസ്ത്രങ്ങൾ അണിഞ്ഞ് നിലവിളക്ക് കത്തിച്ചു വെച്ച് ആവണിപ്പലകയിൽ ഇരിക്കുന്നു. ഓണത്തപ്പന്റെ സങ്കല്പ രൂപത്തിന് അരിമാവൊഴിച്ച് പൂക്കുല നിരത്തി പുടവ നേദിക്കുന്നു. വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പൂവട, പഴം, ശർക്കര തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യുന്നു. ചിലയിടങ്ങളിൽ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാർ ചതയം വരെ പൂജ നടത്തുന്ന പതിവുമുണ്ട്. തൂശനിലയിൽ ദർഭപ്പുല്ല്, തുമ്പക്കുടം എന്നിവ വിരിച്ച് തൃക്കാക്കരയപ്പനെ ആർപ്പു വിളിച്ചും സ്വീകരിക്കും. ഉത്രട്ടാതി നാളിലാണ് പ്രതിഷ്ഠ ഇളക്കി മാറ്റുന്നത്. ചില സ്ഥലങ്ങളിൽ മൂലം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. കളമൊരുക്കി അതിൽ 2 പലക നിരത്തുന്നു. ആദ്യ ദിവസം 5-ഉം 2-ാം ദിവസം 7-ഉം 3-ാം ദിവസം 9-ഉം തിരുവോണ ദിവസം മഹാബലിയെക്കൂടി ഉൾപ്പെടുത്തി പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു.